ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. വീക്കെൻഡ് ആയപ്പോൾ ആസ് യൂഷ്വൽ ഞങ്ങൾ റെഡിയായി ഇതാ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെടുകയാണ്. ഈ ലൊക്കേഷൻ കണ്ടപ്പോഴേ കൊച്ചി അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചി ആയിരിക്കും ലൊക്കേഷൻ എന്ന് നിങ്ങളിൽ പലരും ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഞങ്ങളുടെ കൊച്ചി ബേസ്ഡ് വീഡിയോസ് എല്ലാം ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളവർ. അതെ, ഫോർട്ട് കൊച്ചിയിലേക്കാണ് ഈ ട്രിപ്പ്. പല പ്രാവശ്യം പോയിട്ടുള്ള ലൊക്കേഷൻസ് ആണെങ്കിലും ഈ പ്രാവശ്യം നമുക്ക് ഒരുമിച്ച് പോയാലോ? ജൂ ടൗണിലെ സ്ട്രീറ്റിലൂടെയുള്ള ഷോപ്പിംഗ് ഒരു പ്രത്യേക രസമാണ്. ഒരുപാട് വെറൈറ്റിയിലുള്ള ജ്വല്ലറീസ്, ഡ്രസ്സസ്, ഹോം ഡെക്കോർ ഐറ്റംസ്, ആൻറ്റിക് ഷോ പീസസ്, പെർഫ്യൂം, സ്പൈസസ്, അങ്ങനെ ഇല്ലാത്തതായി ഒന്നുമില്ല. അതുപോലെ തന്നെ കുറെ ക്യൂട്ടായിട്ടുള്ള കഫേസ് ഇവിടെ കാണാൻ സാധിക്കും. ടാലന്റഡ് ആയിട്ടുള്ള കുറെ ആർട്ടിസ്റ്റുകളുടെ ആർട്ട് കഫേസും ഇവിടുത്തെ ഒരു മെയിൻ സംഭവമാണ്. ആർട്ട് വർക്ക്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ വന്നാൽ ഒരിക്കലും ഡിസപ്പോയിന്റ് ആകില്ല. ജൂ സ്ട്രീറ്റ് അഥവാ ജൂതത്തെരുവിലൂടെ കണ്ടും അനുഭവിച്ചും ഷോപ്പ് ചെയ്തും അടുത്തോ? എന്നാൽ ഇനി ചരിത്രമുറങ്ങുന്നൊരു ദൃശ്യവിരുന്നിലേക്ക് ശ്രദ്ധ തിരിച്ചാലോ? കൊച്ചിയിലെത്തുന്ന ഓരോ വ്യക്തിക്കും തിരികെ പോകുമ്പോൾ ഒരു വികാരമായി ഉള്ളിൽ കോർത്തിടാൻ തക്ക കൗതുകവും ചരിത്ര സാക്ഷ്യവുമാണ് മട്ടാഞ്ചേരി സിനഗോഗ്. കൊച്ചിൻ പരദേശി സിനഗോഗ്, കൊച്ചിൻ ജൂത സിനഗോഗ് എന്നീ പേരുകളിലും അറിയപ്പെടുന്ന ജൂ സ്ട്രീറ്റിലെ ഈ അതിപുരാതന ദേവാലയം കൊച്ചിയുടെ ചരിത്രരേഖകളിലെ തിലകക്കുറിയാണ്. പോർച്ചുഗീസ് ജൂതന്മാർ 1568 നിർമ്മിച്ച ഈ ദേവാലയം 450 സംവത്സരങ്ങളും താണ്ടി പാരമ്പര്യത്തിൻ്റെയും പഴമയുടെയും പ്രൗഢിയോടെ തല ഉയർത്തി നിൽക്കുന്നു. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ ഏറ്റവും പുരാതനമായ ഈ സിനഗോഗ് 1500കളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പീഡനങ്ങളിൽ നിന്ന് രക്ഷ തേടി കൊച്ചിയിൽ അഭയം പ്രാപിച്ച ജൂത സമൂഹമാണ് പണി കഴിപ്പിച്ചത്. ആരംഭത്തിൽ 2000-ഓളം അംഗങ്ങളുണ്ടായിരുന്ന ഈ സിനഗോഗ് മതപരവും സാമൂഹികപരവുമായ ആഘോഷങ്ങളുടെ കേന്ദ്രബിന്ദുവായിരുന്നു. 2018 അവസാനമായി നടന്ന 450-ാം വാർഷിക ആഘോഷത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇസ്രായേൽ, കാനഡ, ഓസ്ട്രിയ, ഹോളണ്ട് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും എത്തിയ പ്രതിനിധികൾ ജൂതത്തെരുവിൽ ആഘോഷരാവുകൾ തീർത്തു. 3 തലമുറയുടെ സ്വപ്നമന്ത്രങ്ങളാൽ ഇവിടം ശബ്ദമുഖരിതമായി. 4 ദിക്കുകളിൽ നിന്നും കാണാവുന്ന ക്ലോക്ക് ടവറിലെ ക്ലോക്കിൽ ഇന്നും സമയം കീറുകൃത്യം. മലയാളം കൂടാതെ ഹീബ്രു, റോമൻ അക്കങ്ങളിലും സമയം രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ മണിഗോപുരത്തിന് 45 അടി ഉയരമുണ്ട്.
തിരുമുറ്റത്തിൻ്റെ മതിലിനപ്പുറം മതസൗഹാർദ്ദത്തിൻ്റെ പൊൻവീണകൾ മീട്ടിക്കൊണ്ട് കൊച്ചി രാജാവിൻ്റെ കൊട്ടാരവും മട്ടാഞ്ചേരി ഹിന്ദു ക്ഷേത്രവും നിലകൊള്ളുന്നു. പടിഞ്ഞാറ് ജെറൂസലേമിന് അഭിമുഖമായി സഫാർഡിക് പാരമ്പര്യ രീതിയിലുള്ള നിർമ്മിതിയാണ് സിനഗോഗിൻ്റേത്. പ്രാർത്ഥനാ ഹാളിൻ്റെ പ്രവേശന കവാടത്തിൽ സോളമൻ്റെ ക്ഷേത്ര തൂണുകളുടെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന 2 പിച്ചള തൂണുകൾ കാണാം. മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഭീമ എന്നറിയപ്പെടുന്ന പ്രസംഗ പീഠത്തിലാണ് പുരോഹിതൻ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുന്നത്. ആഘോഷങ്ങൾക്ക് ഉപയോഗിക്കുന്ന തോറ ചുരുളുകൾ സൂക്ഷിക്കുന്നത് നിയമത്തിൻ്റെ കിരീടം എന്നർത്ഥം വരുന്ന കേറ്റർ തോറ എന്ന പേരിലുള്ള പെട്ടകത്തിലാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ പഴയ നിയമഭാഗങ്ങൾ ഈ തോറ ചുരുളുകളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. കൊച്ചി രാജാവ് നൽകിയ സമ്മാനങ്ങൾ ഉൾപ്പെടെ സ്വർണത്തിലും വെള്ളിയിലും തീർത്ത കിരീടങ്ങൾ ഇവിടം അലങ്കരിക്കുന്നു. മുകൾ ഭാഗം ബെൽജിയത്തിൽ നിന്നുള്ള വെള്ളി ദീപങ്ങളാൽ അലങ്കൃതമായിരിക്കുന്നു. സോളമന്റെ കാലം മുതൽ യഹൂദ സിനഗോഗുകളിൽ സൂക്ഷിക്കാറുള്ള ശാശ്വത വിളക്കുകളാണിത്. താഴെ ഫ്ലോർ തീർത്തിരിക്കുന്നത് 18-ാം നൂറ്റാണ്ടിൽ ചൈനയിലെ കാന്റണിൽ നിന്നും വാങ്ങി കൈകൊണ്ട് നിറം നൽകി വരച്ച പിഞ്ഞാണ തറയോടുകൾ കൊണ്ടാണ്. പെയിന്റുകളുടെ കണ്ടുപിടുത്തത്തിന് മുമ്പ് ആയതിനാൽ സസ്യങ്ങളിൽ നിന്നും ഉള്ള നിറങ്ങളാണ് വരയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ വരച്ചെടുത്ത 1100 ടൈലുകൾ ഉണ്ട് ഇവിടെ. പ്രത്യേക പ്രാർത്ഥനകൾക്കും സ്ത്രീകൾക്കുമായി മുകളിൽ ഒരുക്കിയിരിക്കുന്ന പ്രത്യേക ഗാലറിയും ഒരു 2ാം പ്രസംഗപീഠവും കാണുവാൻ സാധിക്കും. സ്ത്രീകളെ ഏറെ ബഹുമാനിക്കുന്ന പാരമ്പര്യമാണ് ഇവിടുത്തെ ചടങ്ങുകളിൽ കാണാൻ സാധിക്കുക. അഭയം തേടിയെത്തിയവരെ അതിഥികളായി സ്വീകരിച്ച് അവരുടെ വിശ്വാസം അനുസരിച്ചുള്ള ആചാരാനുഷ്ഠാനങ്ങൾക്കും ആഘോഷങ്ങൾക്കും തങ്ങളുടെ ക്ഷേത്ര സമീപം സൗകര്യം ഒരുക്കി നൽകിയ രാജമനസ് മതസൗഹാർദ്ദത്തിൻ്റെ നിതാന്ത തെളിവായി നമുക്ക് മാതൃക നൽകുമ്പോൾ അഭിമാനത്തിൻ്റെ അത്ഭുത പ്രതീകമായി മട്ടാഞ്ചേരി സിനഗോഗ് നിലകൊള്ളുന്നു. അപ്പോൾ സിനഗോഗിൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടില്ലേ? ഇനി ഫുഡ് കഴിക്കാൻ പോയാലോ? അതിനായി ഞങ്ങൾ പോയത് ഫോർട്ട് കൊച്ചിയിൽ തന്നെയുള്ള കാസ കിച്ചൺ എന്ന റെസ്റ്റോറൻറ്റിലേക്കാണ്. ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലായിരിക്കുമ്പോൾ ലഞ്ച് കൂടുതൽ ഇവിടെ നിന്നായിരിക്കും. ഇവിടുത്തെ ഒരു പോപ്പുലർ ഫുഡ് സ്പോട്ടാണിത്. ശരിക്കും കളർഫുള്ളും ലൈവ്ലിയും ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ഫോർട്ട് കൊച്ചിയിലൂടെയുള്ള ഇതുപോലത്തെ യാത്രകൾ ഒരിക്കലും മതിയാകില്ല.